Hi friends, welcome to my video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയത് നമ്മുടെ കയ്യിലുള്ള നമ്മളെ DJI Osmo പോക്കറ്റ് ക്യാം ഉണ്ട്. അപ്പോൾ ഈ പോക്കറ്റ് ക്യാമിൻ്റെ ജസ്റ്റ് ഞാൻ എൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിച്ച് ഞാൻ അന്ന് തന്നെ ആ ദിവസം തന്നെ ഞാൻ റിവ്യൂ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതൽ കാര്യമൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറവുകളെല്ലാം നികത്താൻ വേണ്ടി ഇതിന് നിങ്ങളൊരു മേടിക്കാൻ പോകുന്ന ആൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ജസ്റ്റ് പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള നമ്മളെ DJI Osmo പോക്കറ്റ് ക്യാം. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതിലൊരു ചുവപ്പ് ഡോട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അല്ല, അടുത്തൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ അല്പം ഒന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്കിത് ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ ഓപ്പൺ ആവുന്നതൊക്കെ കാണാൻ നല്ല പ്രത്യേക ഒരു ബ്യൂട്ടിയാണ് ഉണ്ടായത്. തിരിച്ച് ക്ലോസ് ആവുന്നത് നമ്മൾ ലോങ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ക്ലോസ് ആവും. നല്ലൊരു പ്രത്യേക ഒരു കുഞ്ഞു റോബോട്ട് പോലെയൊക്കെ ഇരിക്കും. ഇതിൻ്റെ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത്. ഇതിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ. കണ്ട, ഇപ്പോൾ കാണാൻ മനസ്സിലാക്കണം, എൻ്റെ ഒരു കൈയുടെ അത്ര പോലും ഇല്ല. അപ്പോൾ അത്രയും ചെറുതാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ക്യാമറയും കൊണ്ട് നമുക്ക് എല്ലായിടത്തും പോയി എപ്പോഴും നമുക്ക് കവർ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ക്യാമറ വെച്ച് നമുക്ക് ദൃശ്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫാസ്റ്റ് മൂവ്മെൻറ്റ് ആണെങ്കിൽ നല്ല സ്റ്റെബിലിറ്റിയിൽ തന്നെ വീഡിയോസ് കിട്ടും. അപ്പോൾ നല്ല യൂസ്ഫുൾ ആണ് എനിക്കിത്. കാരണം നമ്മൾ യാത്ര പോകുമ്പോൾ തന്നെ നമുക്ക് പലതരത്തിലുള്ള റോഡ്സിൻ്റെ വ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറേ സമയം യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ക്യാമറ വെച്ച് നമുക്ക് കൂടുതൽ സമയം ആ വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പം എന്തുകൊണ്ടും അവർക്ക് പറ്റിയൊരു ക്യാമറ തന്നെയാണ് ഇത്. DJI Osmo. ഇത് ഒരു 14,000 രൂപ അടുപ്പിച്ച് ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടും. പല സമയത്തും റേറ്റ് കുറവായിരിക്കും. ഫെസ്റ്റിവൽ സമയത്ത്, അതുപോലെ സെയിലിൽ പ്രത്യേക എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വില കുറച്ച് കിട്ടും. പിന്നെ ഇത് മേടിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഒരു മെമ്മറി കാർഡ് വാങ്ങണം. ആ വാങ്ങുന്ന മെമ്മറി കാർഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ മെമ്മറി വന്നിട്ട് കൂടുതൽ MB വാങ്ങണം. എന്ന് പറഞ്ഞാൽ 150 MB സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഇത്ര മാത്രം MB അതിൽ സ്റ്റോർ ചെയ്യുന്ന അങ്ങനത്തെ മെമ്മറി കാർഡ് വാങ്ങണം. ഇപ്പോൾ എക്സ്ട്രീം, അതുപോലെ സാൻഡിസ്കിൻ്റെ ഒക്കെ ആണെങ്കിൽ എക്സ്ട്രീമിൻ്റെ മെമ്മറി കാർഡ്സ് ഉണ്ട്, അത് അവൈലബിൾ ആണ്. അത് നിങ്ങൾ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനത്തെ മെമ്മറി കാർഡ് മേടിച്ചില്ലെങ്കിൽ കൂടുതൽ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. ഇതിൽ ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ എപ്പോഴും ഉണ്ട്. നമ്മൾ ലോങ് ആയിട്ട് നമ്മളൊരു കുറച്ച് സമയമൊക്കെ ടൈം ലാപ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. എന്നാലും ചാർജൊക്കെ നിൽക്കുന്നുണ്ട്, ഫാസ്റ്റിൽ ചാർജ് കയറുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 5 മാസമായി ഇപ്പോൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഒത്തിരി എനിക്ക് നല്ല അഭിപ്രായമാണ്. കാരണം ഇതിൽ നിന്നുള്ള വീഡിയോസ് നമ്മൾ ഏകദേശം ക്യാമറ എടുക്കുന്ന അത്രയും ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്നാലും നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ 4K ആണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ 4K എടുക്കാറില്ല കൂടുതലും. ഞാൻ 180p തന്നെയാണ് എടുക്കുന്നത്. പിന്നെ അതിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഞാൻ എടുക്കുന്നത്. 60 ഫ്രെയിം പെറിൽ എടുത്താൽ എനിക്ക് എഡിറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സാധാരണ ഇതുള്ള രീതിയിലാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എടുക്കാറുള്ളത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. നമുക്ക് ഫാസ്റ്റിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് പോവുകയില്ല. നമുക്കൊരു യാത്രയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഒരു പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ചാർജ് എന്തായാലും കാണും. എന്നാലും ബാക്കി എനിക്ക് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ എനിക്കൊരു 40% ചാർജ് ബാക്കി നിൽക്കാറുണ്ട്. ഞാൻ ചില ദിവസമൊക്കെ ഒരു 60 കൊണ്ടുപോയാലും തന്നെ ഒരു 30-40 അതിൻ്റെ അകത്ത് എനിക്ക് ചാർജ് ബാക്കി ഞാൻ വരുമ്പോൾ കാണും. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കില്ല. പിന്നെ ഈ ക്യാമറ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഫോണിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ ഇത് തന്നെ നമുക്ക് ഓണാക്കി എടുക്കണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടല്ല നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ നേരിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിൽ പോകും. ഇവിടെ സൈറ്റിൽ പോയിട്ട് അതിൽ നിന്നാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ളത്. പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി MB ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഫോണിൽ ഒത്തിരി MB അത് ഫോണിൻ്റെ കുറേ മെമ്മറി അത് എടുക്കും. കാരണം അതിന് ഏകദേശം ഞാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല മെമ്മറി പോയിട്ടുണ്ട് ഫോണിൽ. കാരണം അത്രയും മെമ്മറി ഇതിന് വേണ്ടി കുറേ ആവശ്യം എന്ന് പറഞ്ഞാൽ അതിൽ വരും. ഞാൻ പിന്നെ ആ മെമ്മറി അതിനെല്ലാം ആപ്ലിക്കേഷൻ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ അതിൽ നിന്നല്ല, ഞാൻ കമ്പ്യൂട്ടർ വഴിയാണ് ഇതിലുള്ള സംഭവം കമ്പ്യൂട്ടറിൽ എടുക്കും. ഇതിൽ വൈഫൈ ഇല്ല നമുക്ക്. അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ വഴിയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ കയറ്റി തിരിച്ച് എൻ്റെ ഫോണിൽ എടുത്തതിന് ശേഷമാണ് ഞാൻ എഡിറ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുള്ളത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ വീഡിയോ കൂടെ തന്നെ ഇതിലെടുത്ത കുറേ ഷോർട്സിനെ ആഡ് ചെയ്തിരിക്കാം. പിന്നെ ഞാൻ എൻ്റെ ട്രാവലും ഇതിലിപ്പോൾ കുറച്ച് യാത്രയൊക്കെ പോയിട്ടുള്ള വീഡിയോസിൽ റോഡിനെ കുറിച്ച് കാണിക്കും, റോഡിൻ്റെ കാര്യങ്ങൾ, അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വെച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചില ഗാർഡനിലൊക്കെ പോയപ്പോൾ അവിടുത്തെ ഫ്ലവേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ ക്യാമറ കൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാമറ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പോക്കറ്റ് ക്യാം കുറച്ച് 2 വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ വിലയുണ്ട്. പക്ഷേ കുറച്ച് എന്തായാലും വില കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടെ ഇതിനേക്കാളും കൊള്ളാം. പക്ഷേ നിങ്ങൾക്ക് ഒരു 15,000 രൂപയ്ക്കകത്താണ് നിങ്ങളെ ഒരു ബഡ്ജറ്റെങ്കിൽ പറ്റിയൊരു ക്യാമറ ഇത് തന്നെയാണ്. പക്ഷേ നമുക്ക്
മെയിൻ നല്ലൊരു ക്യാമറ അല്ലാതെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് വലിയ ഉപയോഗമുള്ളൂ. കാരണം നമ്മൾ മെയിൻ വേറൊരു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ഷോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് വെച്ച് എടുക്കാൻ പറ്റും. പിന്നെ ഗോപ്രോയുടെയൊക്കെ ലെവലിൽ നമുക്ക് അത്രയും വൈഡൊന്നും കിട്ടില്ല, എന്നാലും നല്ല ക്ലിയർ കിട്ടുന്നു. ഗോപ്രോയെക്കാളൊക്കെ നല്ല ക്ലിയർ ഇടുന്നുണ്ട്, പക്ഷേ അത്രയും വൈഡ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല ഇതിൽ. അത്രയും മാത്രമേ പ്രശ്നങ്ങളായിട്ട് പറയാനുള്ളൂ. എന്നാലും എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്യാമറയെ കുറിച്ച് കാര്യങ്ങൾ പറയാനാണ്. പിന്നെ ഇതിൻ്റെ ഫംഗ്ഷന് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് അത് ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്തിരിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള DJI Osmoയുടെ ക്യാമറ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ചോപ്പിലല്ല, ഇപ്പുറത്താണ് നമ്മൾ ലോങ് പ്രസ് ചെയ്യേണ്ടത്. ഇതിൽ ലോങ് പ്രസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. എന്തൊരു പ്രത്യേക ഒരു ഇതല്ലേ, നമ്മളെ വൈബിലാണ് നമ്മളെ ക്യാമറ ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഈ ക്യാമറ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്യാമറ ഓപ്പൺ ആയി ക്യാമറ നമ്മളിനി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കണ്ട ഇതിൻ്റെ അകത്താണ് നമ്മുടെ ബാക്കി സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് അല്പം നമുക്ക് സൈഡിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് വീഡിയോ ആണ്. നമ്മൾ ഈ വീഡിയോയുടെ സൈഡിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 180p നമുക്ക് എത്ര ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. അതുപോലെ നമ്മൾ 4K ഉണ്ട്, കണ്ടോ 4K ഉണ്ട്. അത് 16:9 എന്നുള്ള റേഷ്യോ ആണ്. പിന്നെ അതുപോലെ 2.7K അത് നമുക്ക് എത്ര ഫ്രെയിം പെർ സെക്കൻഡ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ 180pയിലും നമ്മുടെ 4Kയിൽ മെയിൻ പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് 24 fps നമുക്ക് സിനിമയൊക്കെ എടുക്കുന്ന ആ ഒരു ഇതിൻ്റെ ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ 180pയിൽ തന്നെ നമുക്ക് ഞാൻ കൂടുതൽ എടുക്കുന്നത് 30 ഫ്രെയിം പെർ സെക്കൻഡാണ്. നിങ്ങളുടെ ഫ്രെയിം പെർ സെക്കൻഡ് ഉണ്ട് 60 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ 30 ആണ് എടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അടുത്ത് നമ്മൾ വീഡിയോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്ത് നമുക്ക് സ്ലോ മോഷൻ ഉണ്ട്. സ്ലോ മോഷൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. സ്ലോ മോഷൻ്റെ സൈഡിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ അതിൽ 180pയിൽ തന്നെ 4x എന്ന് പറഞ്ഞാൽ ഇതിൽ സ്പീഡിലാണ് അത് പോകുന്നത് സ്ലോ മോഷൻ. അടുത്ത് നമ്മുടെ ടൈം ലാപ്സ് ഉണ്ട്. ടൈം ലാപ്സിൽ തന്നെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, കണ്ടോ ടൈം ലാപ്സിൽ നമുക്ക് ടൈം ലാപ്സ് ഉണ്ട്, മോഷൻ ലാപ്സ് ഉണ്ട്, അടുത്ത് ഹൈപ്പർ ലാപ്സ് ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഇതിലുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഹൈപ്പർ ലാപ്സ് ആണ്. അടുത്ത് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിത് നമുക്ക് നമ്മളെ പനോരമ വ്യൂസിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി ഇതാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഡിഗ്രീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ടൈം ലാപ്സ് ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും മുകളിൽ നമുക്കിവിടെയുള്ള ഫോട്ടോ ആണ്. നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ഫോട്ടോയിൽ തന്നെ നമുക്ക് ഏത് റേഷ്യോ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ടച്ച് സ്ക്രീനും കൂടെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ എടുത്ത വീഡിയോസൊക്കെ ജസ്റ്റ് കാണാൻ ഇങ്ങനെ ഈ സൈഡിലോട്ട് ക്ലിക്ക് ചെയ്യുക, കണ്ടോ നമ്മൾ എടുത്ത വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് തരാം. ഞാനൊരു ഗാർഡനിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിനടുത്ത് മുകളിൽ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ആക്കിയാലാണ് മറ്റേ നമ്മളെ ക്യാമറ എന്തൊക്കെ കാര്യങ്ങൾ. അപ്പോൾ മുകളിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് കിട്ടും. സെറ്റിങ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററിയുടെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അല്ല ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് പ്രോയിൽ എടുക്കണോ, അതുപോലെ AFS കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. പിന്നെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടിൽറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നോക്കാം, അത് സെറ്റിങ്സിൽ. പിന്നെ താഴെ നമ്മൾ ഞാൻ മുകളിൽ നിന്നാണ് ഇപ്പോൾ ചെയ്തത്. ഇനി താഴെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കണ്ട ഇത് കിടന്ന് അഡ്ജസ്റ്റ് ആവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഏത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മാറ്റി വയ്ക്കാം. അത് ഫ്രീ ആയിട്ട് റൊട്ടേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ കൂടുതൽ ഇതിൽ വെച്ചാണ് എടുക്കുന്നത്, കാരണം ഇതിന് ഫ്രീ ആയിട്ടുള്ള റൊട്ടേഷനും സ്റ്റെബിലിറ്റിക്ക് എല്ലാത്തിനും വേണ്ടി. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ തിരിഞ്ഞ് വരും, കണ്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഈ ഒരു രീതിയിൽ കണ്ടോ നമുക്ക് ഓൺ ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ തന്നെ സെൽഫി വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മുടെ ഇത് വന്നിട്ട് നമ്മൾ സ്ലോയും സ്പീഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓഡിയോ ഒക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ളൊരു ക്യാമറയാണ്. അപ്പോൾ ഇനി നമുക്ക് ഓഫ് ചെയ്യുന്ന കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഈ ഒരു നമ്മൾ ആദ്യം പ്രസ് ചെയ്തതിൽ തന്നെ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മാത്രം മതി. പിന്നെ അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള കാര്യം പറഞ്ഞില്ല. ഷൂട്ട് ചെയ്യണം, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഒരു വീഡിയോ എടുത്തിട്ട് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാനൊരു കൊടുത്തിട്ടുള്ളത് നമ്മുടെ വന്നിട്ട് വീഡിയോ ഇതാണ് ഫോട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ക്യാമറ ഒരു വീഡിയോ സ്റ്റാർട്ടാക്കാം. ഇതിൽ ജസ്റ്റ് ഞാനിപ്പോൾ ഈ ചോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സ്റ്റാർട്ടാകും. ഇനി ഒരിക്കൽ കൂടെ ക്ലിക്ക് ആക്കണം. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇങ്ങനെ അവിടെ ചുവപ്പ് ബട്ടൺ ഇത് കാണിക്കുമ്പോൾ വീഡിയോ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അഗൈൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ സേവ് ആയിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ വേണ്ടി ഈ സൈഡിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ പോകുമ്പോൾ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ വീഡിയോ ഇങ്ങനെയാണ് എടുക്കുക. അതിന് ശേഷം ഞാൻ ലോങ് പ്രസ് ചെയ്ത് ഓഫാക്കാൻ പോവുകയാണ്. ഓക്കെ, എൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട്, അടിപൊളിയായിട്ട് ട്രിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ ക്യാമറ. അപ്പോൾ നിങ്ങൾ എടുക്കാൻ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് നോക്കി ആ ബഡ്ജറ്റിൽ ഒതുങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മേടിക്കാം. ഓക്കെ.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് DJI Osmoയുടെ പോക്കറ്റ് ക്യാമിനെ കുറിച്ച് പറയാനാണ് എത്തിയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ആരും സൈനിങ് ഔട്ട്.